പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മനോഹരമായ EGM of ഇന്ത്യയുടെ കുടുംബ കൂട്ടായ്മയിൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാവിലെയും പങ്കെടുക്കാനുള്ള ഭാഗ്യം തന്നതിനായിട്ട് നന്ദിയുടെ സ്തോത്രം. എല്ലാവർക്കും കർത്താവിന്റെ സ്നേഹവും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ഇന്ന് രാവിലെ ആശംസിക്കുകയാണ്. ഇന്നലെ ക്രിസ്തീയ മനോഭാവങ്ങൾ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ സ്നേഹത്തെക്കുറിച്ച് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം ക്ഷമ എന്നുള്ള വിഷയമാണ്. അതിനുവേണ്ടി നമുക്ക് 2 വാക്യങ്ങൾ ആദ്യം വായിക്കാം. ഒന്ന്, വിശുദ്ധനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ ഞാൻ വായിക്കാം. അതുകൊണ്ട് ദൈവത്തിന്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. ഒരു വാക്യം കൂടെ വായിക്കാം. വിശുദ്ധനായ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 31-32 വാക്യങ്ങൾ. എല്ലാ കയ്പും ക്രോധവും കൂറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സരിവും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സരിവും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. 1999 ജനുവരി 22 ഭാരതത്തിലെ കളങ്കിതമായ ഒരു തീയതിയാണത്. ഒരുപക്ഷെ നിങ്ങളിൽ പല ആളുകളും ഓർക്കുന്നുണ്ടായിരിക്കും. ഒറീസയിലെ ബാരിപ്പഡ് എന്ന് പറയുന്ന സ്ഥലത്ത് കുഷ്ഠരോഗാശുപത്രി നടത്തിക്കൊണ്ടിരുന്ന ഓസ്ട്രേലിയയിൽ നിന്നും വന്ന ഗ്രഹാം സ്റ്റെയിൻസും അദ്ദേഹത്തിന്റെ 2 മക്കൾ ഫിലിപ്പും തിമോത്തിയും ക്രൂരന്മാരാൽ കത്തിച്ച് ചാരമാക്കിയ ദിവസമാണ് അത്. അവിടെ താമസിച്ചുകൊണ്ടിരുന്ന ബാരിപ്പടയിലാണ് 200 കുഷ്ഠരോഗികൾ അവിടെയുണ്ട്. അതിൽ 50 പേര് 15 വയസ്സിൽ താഴെയുള്ളവർ. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ഗ്ലാഡിസ്, മകൾ എസ്തർ. അവരെ കുഷ്ഠരോഗാശുപത്രി ഏൽപ്പിച്ചിട്ട് അന്ന് രാത്രി അദ്ദേഹം അവിടെ നിന്നും ഏകദേശം 100 കിലോമീറ്റർ ദൂരമുള്ള മനോഹർപൂരിൽ ഒരു മീറ്റിങ്ങിന് പോയി. അന്ന് രാത്രി അദ്ദേഹം അവിടെ പ്രസംഗിച്ചു. അവിടെ കറണ്ടില്ലായിരുന്നു. അതുകൊണ്ട് രാത്രി അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ജീപ്പിൽ കിടന്ന് ഉറങ്ങിക്കൊള്ളാം. അദ്ദേഹവും അതിലെ 2 മക്കളും. ഒരു മോൻ അന്ന് രാവിലെയാണ് ഊട്ടിയിൽ നിന്നും ക്ലാസ് കഴിഞ്ഞ് വന്നത്. 3 പേരും ജീപ്പിൽ രാത്രിയിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് തീവ്രവാദികളായിട്ടുള്ള ബജറംഗ് ദൾ പ്രവർത്തകർ വന്ന് മണ്ണെണ്ണയൊഴിച്ച് അവരെ കത്തിച്ച് ചാരമാക്കി. 5 മണിക്കൂർ കഴിഞ്ഞാണ് ഗ്ലാഡിസ് ആ വിവരം അറിയുന്നത്. വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞതായിട്ടുള്ള ഒരു വാക്ക് ലോകത്തുള്ള സകല ക്രൈസ്തവർക്കും സകല വ്യക്തികൾക്കും ഒരുപോലെ മാതൃകയാക്കേണ്ട ഒരു വാക്കായിട്ട് നമ്മൾ ഇന്ന് അറിയുകയാണ്. അവൾ പറഞ്ഞു, ആരോടും പകയില്ല, ആരോടും പകയില്ല, ദൈവം മാപ്പ് നൽകട്ടെ. ശത്രുക്കളെ സ്നേഹിക്കാനാണ് യേശു പഠിപ്പിച്ചത്. ക്ഷമ എന്താണെന്ന് ജീവിതത്തിൽ പഠിപ്പിച്ച, ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച ഗ്ലാഡിസിനെയും എസ്തറിനെയും ഒക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷമയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ക്ഷമയെക്കുറിച്ച് നമുക്ക് 4 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നാമത്, എന്താണ് ക്ഷമ? എവിടെ നിന്നാണ് നമുക്ക് ക്ഷമ ലഭിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്, ദൈവത്തിൽ നിന്ന് നമ്മൾ ക്ഷമ പ്രാപിക്കണം. 2, മറ്റുള്ളവരോട് ക്ഷമിക്കണം. ക്രിസ്തീയ മനോഭാവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഘടകങ്ങളാണ്. എന്താണ് ദൈവത്തിൽ നിന്ന് നമ്മൾ ക്ഷമ പ്രാപിക്കാനുള്ള വ്യവസ്ഥ? അതിനുള്ള ഒരൊറ്റ വ്യവസ്ഥ, അനുദപിക്കണം, യേശുവിൽ വിശ്വസിക്കണം, മാനസാന്തരപ്പെടണം, ദൈവത്തിൽ വിശ്വസിക്കണം. യേശുവിൽ വിശ്വസിക്കുമ്പോൾ, അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചത് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് പാപത്തിന്റെ ക്ഷമ ലഭിക്കും. അങ്ങനെ പാപത്തിന്റെ ക്ഷമ ലഭിക്കുന്ന നമുക്ക് ഒരു വലിയ ഉത്തരവാദിത്വം ദൈവം നൽകുന്നുണ്ട്. ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനുള്ള ഉത്തരവാദിത്വമാണ്. നാം വായിച്ചു കേട്ട 2 വാക്യങ്ങളിലും പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിലും കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിലും ഈ കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് ഊന്നി പറയുകയാണ്. കർത്താവ് നമ്മളോട് ക്ഷമിച്ചതുപോലെ
നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കടപ്പെട്ടവരാണ്. അതാണ് ക്രിസ്തീയ മനോഭാവം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ കർത്താവ് തന്റെ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ ഒരു വാക്യം അതിൻ്റെ അകത്ത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. നാം കർത്താവിന്റെ അടുക്കൽ നിന്ന് ക്ഷമ പ്രാപിച്ചു കഴിയുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ പറയുകയാണ്, ഞങ്ങൾ എങ്ങനെയാണോ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ എന്ന് പറഞ്ഞ അർത്ഥം അതേ അളവിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ക്ഷമിച്ചത് 50% ആണെങ്കിൽ കർത്താവ് എന്നോട് 50% ക്ഷമിക്കുള്ളൂ. ഞാൻ 100% ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് എന്നോട് 100% ക്ഷമിക്കും. അതുകൊണ്ട് ആ വാക്യത്തിന്റെ അകത്ത് വളരെ ഭംഗിയായിട്ടുള്ള ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ അതേ അളവിൽ, അതേ റേഷ്യോയിലാണ് കർത്താവെ നീ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ആ പ്രാർത്ഥനയിൽ പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നു. പൗലോസ് പറയുന്ന കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ യേശുവിനെ പോലെ പീഡിപ്പിക്കപ്പെട്ട ആരും ലോകത്തിൽ ഇല്ല. അവന്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചില്ല. ഒരു ദിവസം അവന്റെ സഹോദരന്മാരും അമ്മയും കൂടി അവന് ഭ്രാന്താണ് എന്ന് പറഞ്ഞ് കഫർന്നഹൂമിൽ വന്ന് അവനെ പിടിച്ചു കെട്ടി കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചതാണ്. അവന്റെ ശിഷ്യന്മാർ പലരും പല സമയത്തും അവനെ സ്നേഹിക്കാതെ വിട്ടുപോയി. അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂട്ടുകൂടുന്നുവെന്ന് പറഞ്ഞ് അന്നത്തെ മതത്തിന്റെ പ്രമാണികളെല്ലാം അവനെ വല്ലാതെ അവഹേളിച്ചു. എന്നിട്ടും എല്ലാം ക്ഷമിച്ച് അവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യേശുവിന്റെ ക്ഷമ എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിയാൽ മതി. അത് മറ്റാരുമല്ല, പത്രോസാണ്. പത്രോസിന്റെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ യേശു ക്രിസ്തുവിന്റെ ക്ഷമ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. കടലിന്മേൽ അവൻ നടക്കുവാൻ കർത്താവ് അനുവദിച്ചു. അവൻ മുങ്ങുന്നു, കർത്താവ് അവനെ ഉയർത്തുന്നു. പ്രത്യേകമായിട്ടുള്ള ഒരു രംഗമാണത്. അസാധാരണമായ ഒരു രംഗമാണ്. ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില രംഗങ്ങളിൽ, മറ്റ് ശിഷ്യന്മാരെ കൊണ്ടുപോകാതിരുന്ന രംഗങ്ങളിൽ പോലും യേശു ക്രിസ്തു പത്രോസിനെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് അവനെയും കൊണ്ട് പ്രത്യേകമായ ചില രംഗങ്ങളിൽ, പ്രത്യേകിച്ചും സംഘർഷഭരിതമായ ചില രംഗങ്ങളിൽ കൊണ്ടുപോയി. ഒന്ന് മറുരൂപമലയിലാണ്. പത്രോസും യാക്കോബും യോഹന്നാനും മാത്രമേ യേശു ക്രിസ്തു തെരഞ്ഞെടുത്ത് ആ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയുള്ളൂ. അവിടെ വെച്ച് അസാധാരണമായ ചില കാഴ്ചകൾ പത്രോസ് കണ്ടു. അസാധാരണന്മാരായ ചില വ്യക്തികളെ പത്രോസ് കണ്ടു. അതവന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു. തന്റെ ലേഖനം അനേകം വർഷങ്ങൾക്ക് ശേഷം എഴുതുമ്പോഴും അന്ന് അവിടെ പർവ്വതത്തിൽ വെച്ച് കണ്ട ആ മഹത്വത്തിന്റെ സംഭവത്തെക്കുറിച്ച് അവൻ രേഖപ്പെടുത്തുന്നുണ്ട്. യായിറോസിന്റെ മകളെ ഉയർപ്പിക്കുന്നതിന് വേണ്ടി യേശു പോകുമ്പോഴും തന്റെ ഈ പ്രിയ 3 ശിഷ്യന്മാരെ മാത്രമേ അകത്ത് കടത്തുവാൻ അവൻ സമ്മതിച്ചുള്ളൂ. ഗതസമനയിൽ അതിവേദനയിലായിരിക്കുന്ന സമയത്ത് ബാക്കി എല്ലാ ശിഷ്യന്മാരെയും തോട്ടത്തിന് പുറത്താക്കിയിട്ട് ഈ 3 ആളുകളെ തൻ്റെ ഏറ്റവും സന്തത സഹചാരികളായി കൊണ്ടുവരുമ്പോൾ അതിൽ പത്രോസ് ഉണ്ട്. അപ്പോൾ പത്രോസിനെ എത്രമാത്രം യേശു ക്രിസ്തു സ്നേഹിച്ചിരുന്നു, എത്ര വലിയ ഗൗരവമാണ് പത്രോസിന്റെ സാന്നിധ്യത്തിന് ദൈവം കൊടുത്തിരുന്നത് എന്ന് ഈ സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവും. മാത്രമല്ല, താൻ ഗത്സമനയിലായിരുന്ന സമയത്ത് അവരോട് വന്ന് പറയുന്നതായിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ പ്രാർത്ഥിക്കണം, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. എന്താണ് കാരണം? ആത്മാവ് ഒരുക്കമുള്ളതാണ്, പക്ഷെ ജഡം ബലഹീനമാണ്. വരാൻ പോകുന്ന പരീക്ഷകളെ അതിജീവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പത്രോസ് കേട്ടു. പത്രോസ് ഉണർന്നിരുന്നില്ല, അവൻ ഉറങ്ങിപ്പോയി. പക്ഷേ യേശു ഒന്നും അവനെ വഴക്ക് പറയുന്നില്ല. യേശു പറയുകയാണ്, സാരമില്ല, ജഡം ബലഹീനമില്ലേ, കുഴപ്പമില്ല. പത്രോസ് അന്നുറങ്ങി. തന്മൂലം എന്ത് സംഭവിച്ചു? അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ എല്ലാവരും ഓടിപ്പോകുന്നു, പത്രോസ് ഓടിപ്പോകുന്നു. പിന്നീട് ബാല്യക്കാരുടെ മുമ്പിൽ വെച്ച് യേശുവിനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് തള്ളി പറയുന്ന ഒരു രംഗം നമ്മൾ കാണുകയാണ്. എന്നിട്ടും യേശുവിന്റെ ഒറ്റ നോട്ടത്തിൽ പത്രോസ് മാനസാന്തരപ്പെട്ടു. അവൻ അതിദുഃഖത്തോടെ പുറത്തുപോയി പൊട്ടിക്കരഞ്ഞു. യേശു അവനോട് ക്ഷമിച്ചു. അതുകൊണ്ട് ഒരു സംഭവം അനുധാനം ചെയ്ത യേശുവിനെ കാണുന്നതിന് വേണ്ടി സ്ത്രീകൾ കടന്നു വരുന്നതായിട്ടുള്ള സമയത്ത് ദൂതൻ അവരെ കാണുന്നു. ആ ദൂതൻ അവരോട് പറയുന്നതായിട്ടുള്ള
ഒരു മനോഹരമായ വാക്യം മർക്കോസ് എഴുതിയിട്ടുണ്ട്. മർക്കോസ് 16:7 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ദൂതൻ സ്ത്രീകളോട് പറയുകയാണ്, നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറയുക. ആരെഴുതിയിരിക്കുന്ന? മർക്കോസ്. മത്തായിയും ലൂക്കോസും യോഹന്നാനും ഒന്നും ഇങ്ങനെയൊരു വാക്യം എഴുതിയിട്ടില്ല. എന്തുകൊണ്ടാണ് പത്രോസിന്റെ കാര്യം ഇവിടെ മർക്കോസ് എഴുതുവാൻ കാരണം? പിന്നീട് പത്രോസിന്റെ കൂടെയാണ് മർക്കോസ് തന്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തിയത്. അന്ന് മർക്കോസ് സുവിശേഷം എഴുതുമ്പോൾ തീർച്ചയായിട്ടും പത്രോസ് ഇത് പറഞ്ഞു കൊടുത്തതാണ്. പ്രത്യേകമായിട്ടും ദൂതൻ ഇങ്ങനെ പറഞ്ഞ കാര്യം ഒന്ന് എഴുതിയേക്കണം കേട്ടോ. എന്താ കാരണം? അങ്ങനെ എഴുതാനുള്ള ഒരു കാരണമുണ്ട്. ഈ യേശുവിനെ പത്രോസ് തള്ളിപ്പറഞ്ഞ കാര്യം എല്ലാ ശിഷ്യന്മാരും അറിഞ്ഞു. അപ്പോൾ അവരുടെ മനസ്സിൽ പത്രോസിനെ കുറിച്ച് അല്പം ഒരു വെറുപ്പ് ഉണ്ടായി. എന്നാലും അവനങ്ങനെ ചെയ്തല്ലോ എന്നൊരു തോന്നലുണ്ടായി. അതുകൊണ്ട് പിന്നീട് ഉള്ള ഓരോ കാര്യങ്ങളിലും പത്രോസിനെ അല്പം താഴ്ത്തി കെട്ടാൻ ശിഷ്യന്മാർ ശ്രമിച്ചു കാണും. ഇത് യേശുവിനെ നല്ലതായിട്ട് അറിയാം. എന്നാൽ യേശു ദൂതനെ അയക്കുമ്പോൾ ആ ദൂതനോട് പറയുകയാണ്, എല്ലാവരുടെയും പേര് പറയാതെ ഒരാളുടെ മാത്രം പേര് പ്രത്യേകം പറയുന്നു. എന്താണ് കാരണം? ചിലപ്പോൾ ഈ സ്ത്രീകളും ഈ സംഭവം അറിഞ്ഞതുകൊണ്ട് എല്ലാ ശിഷ്യന്മാരോടും നടന്ന് യേശു ഉയർത്തെഴുന്നേറ്റ് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ പത്രോസിനെ അവോയ്ഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അവൻ തള്ളി പറഞ്ഞവനല്ലേ, അവനോട് പറയണ്ട, ബാക്കി എല്ലാവരോടും പറയാം എന്ന് അവർ മനസ്സിൽ ആലോചിച്ചിരുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ദൂതൻ പറയുകയാണ്, നിങ്ങൾ എല്ലാവരോടും പറയണം യേശു ഉയർത്തെഴുന്നേറ്റ കാര്യം. പത്രോസിനോട് പ്രത്യേകം പറഞ്ഞേക്കണം. ആ സമയത്തും യേശു ക്രിസ്തു പത്രോസിനെ എത്രമാത്രം സ്നേഹിക്കുന്നു, അവന്റെ മടങ്ങിവരവിൽ എത്രമാത്രം സന്തോഷിക്കുന്നു എന്നുള്ളതാണ് ആ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. എന്നിട്ടും യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കണ്ട പത്രോസ് ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞ് സഹശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ഗലീലക്കടലിലേക്ക് വീണ്ടും പോകുന്നു. എന്നിട്ടും യേശു വീണ്ടും അവനെ തേടി ചെല്ലുന്ന രംഗം നമ്മൾ കാണുകയാണ്. യേശു അവനോട് എത്രമാത്രം ക്ഷമയും സ്നേഹവുമാണ് കാണിച്ചത് എന്ന് ഓരോ സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുകയാണ്. യേശുവിന്റെ ക്ഷമയുടെ ഏറ്റവും വലിയ പാരമ്യം നമ്മൾ കാണുന്നത് കാൽവറി ക്രൂശിലാണ്. ഒരുപക്ഷെ ഒരു മനുഷ്യനും ഈ ലോകത്തിൽ അനുഭവിക്കാത്തത്ര വേദന അനുഭവിച്ചുകൊണ്ട് ആ ക്രൂശിൽ കിടക്കുമ്പോൾ തന്റെ ആണിയടിച്ച ആളുകളും തന്നെ ക്രൂശിച്ച ആളുകളും തനിക്ക് വിരോധമായി വിധി കൽപ്പിച്ച ആളുകളും അവരൊക്കെ ഈ ലോകത്തിൽ അപ്പോഴും ഉണ്ട്. എന്നാൽ അവരോടൊന്നും ആ വേദനയിലും അവൻ അല്പം പോലും സങ്കടമോ പ്രതിഷേധമോ രോഷമോ കാണിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇവർ ചെയ്തത് ഇന്നതെന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അവൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ക്ഷമയുടെ ഏറ്റവും വലിയ മാതൃക യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഓരോ രംഗങ്ങളിലും താൻ എത്രമാത്രം മറ്റുള്ളവരോട് ക്ഷമിച്ചു എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ പരിപുഷ്ടമാക്കുന്ന ഏറ്റവും മനോഹരമായ കാര്യമാണ്. ആ ഒന്നാമത്തെ നമ്മുടെ കാര്യം നമ്മൾ എന്താണ് ക്ഷമ എന്നുള്ളതിനെ കുറിച്ച് യേശുവിന്റെ മാതൃകയാണെന്നുള്ളത് പഠിച്ചു. ഇനി രണ്ടാമത് നമ്മൾ എന്തുകൊണ്ട് ക്ഷമിക്കണം എന്നുള്ളതിനെ കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാൻ പോവുകയാണ്. എന്തിനാണ് ഞാൻ ക്ഷമിക്കുന്നത്? ഞാൻ ക്ഷമിച്ചില്ലെങ്കിലുള്ള കുഴപ്പം എന്താണ് എന്നുള്ളത് നമ്മൾ ചിലപ്പോഴെങ്കിലും ചിന്തിക്കാറുള്ള കാര്യമാണ്. ഞാൻ അവനോട് ക്ഷമിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? അവൻ എന്നോട് ക്ഷമിച്ചാൽ മതിയല്ലോ, ഞാൻ എന്തിനാണ് ക്ഷമിക്കുന്നത്? ക്ഷമിക്കുന്നതിനെ കുറിച്ച് എന്തുകൊണ്ട് ക്ഷമിക്കണം എന്നുള്ളതിന് പ്രധാനപ്പെട്ട 6 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ പോവാം. ഒന്നാമത്തെ കാര്യം, ഇതൊരു കൽപ്പനയാണ്. പത്രോസ് യേശുവിനോട് ഒന്ന് ചോദിച്ചു, എത്ര വട്ടം ക്ഷമിക്കണം? യേശു പറയുന്നത് 70 വട്ടം. 70 വട്ടം എന്നുള്ളത് പഴയ നിയമത്തിന്റെ അകത്തെ ഒരു നിയമമാണ്. യേശു ക്രിസ്തു പറഞ്ഞ് 7 ഇരട്ടി ഞാൻ പകരം ചെയ്യുമെന്നൊക്കെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 7 ഇരട്ടി 77 ഇരട്ടി എന്നൊക്കെ പറയുന്ന പ്രതികാരത്തിന്റെ ഒരു കണക്കുകൂട്ടലാണ്. പക്ഷേ പത്രോസ് യേശുവിനോട് ചോദിക്കുമ്പോൾ യേശു ക്രിസ്തു പ്രതികാരത്തിന്റെ കണക്കുകൂട്ടലുകളെ ക്ഷമയുടെ കണക്കുകൂട്ടലുകളാക്കി മാറ്റി. എന്നിട്ട് പറയാണ്, നീ എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്നല്ലേ? കുറേയൊക്കെ ക്ഷമിച്ചു കഴിയുമ്പോൾ നിനക്ക് മടുക്കുമായിരിക്കും അല്ലേ? പക്ഷേ അതിന് കണക്കില്ല. 7-70 വട്ടം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കണക്കില്ലാത്ത രീതിയിൽ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ നമുക്ക് കടപ്പാടുണ്ട്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, അതായിരുന്നു മോശ നൽകിയ പഴയ നിയമത്തിലെ
ഏറ്റവും മാന്യമായ ഒരു പ്രതികാരത്തിന്റെ വഴി. എന്നാൽ യേശു പറയുകയാണ്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം. ഒരു വഴിയാത്ര 1 കിലോമീറ്റർ പോകാൻ പറഞ്ഞാൽ 2 കിലോമീറ്റർ അവരോട് പോകണം. അപ്പോൾ യേശുക്രിസ്തു ക്ഷമയുടെ പുതിയ മാനങ്ങൾ നൽകുകയാണ്. ഇത് യേശുക്രിസ്തുവിന്റെ കൽപ്പനയാണ്, നിങ്ങൾ ക്ഷമിക്കണം എന്നുള്ളത്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ട് ഞാൻ ക്ഷമിക്കണം എന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഒന്നാമത്തെ മറുപടി ഇത് യേശുക്രിസ്തുവിന്റെ കൽപ്പനയാണ്. രണ്ടാമതായിട്ട്, ദൈവത്തിൽ നിന്ന് ക്ഷമ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കണം. നേരത്തെ നമ്മൾ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞു. അവിടെയും പറഞ്ഞ് ഞങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിച്ചതുപോലെ. അപ്പോൾ ക്ഷമിച്ചതിന് ശേഷമാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടത്. ക്ഷമിക്കാൻ കഴിയാത്തവർ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാതിരിക്കുക നല്ലത്. ഞാൻ മറ്റുള്ളവരോട് ക്ഷമിച്ചതുപോലെ എന്നോട് ക്ഷമിക്കണം. കർത്താവിൽ നിന്ന് ക്ഷമ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ആദ്യം ക്ഷമിക്കണം. അതുകൊണ്ടാണ് യേശുക്രിസ്തു മനോഹരമായിട്ടുള്ള രൂപയും 10,000 താലന്ത് കടപ്പെട്ട ഒരുവൻ അവനെ ഇളച്ചു കൊടുത്തു. പക്ഷെ അവൻ 50 താലന്തോ 100 താലന്തോ ഉള്ളവനെ കാണുമ്പോഴേക്കും കൊങ്ങയ്ക്ക് പിടിച്ച് ഞെക്കുന്ന ഒരനുഭവത്തിൽ അവനെ പിടിച്ച് തടവിലാക്കുമ്പോൾ അവനോട് പറയുന്ന ഒരൊറ്റ കാര്യം ഇതേ ഉള്ളൂ, യജമാനൻ, ഞാൻ നിന്നോട് ഇത്രയും വലിയൊരു കടം ക്ഷമിച്ചിട്ട് ഒരു ചെറിയ കടം ക്ഷമിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ. ഇന്നും കർത്താവ് നമ്മളോട് ചോദിക്കുന്നതാ, നിന്റെ പാപങ്ങളെല്ലാം ഞാൻ ക്ഷമിച്ചില്ലേ? കാൽവറിയിൽ നിനക്ക് വേണ്ടി ഞാൻ മരിച്ചില്ലേ? എന്നിട്ട് നിനക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയാത്തത് എന്താണ്? ഒരു ചെറിയ കാര്യം പറഞ്ഞ് നീ ഇപ്പോഴും നിന്റെ ആ കോപവും ക്രോധവും എല്ലാം വെച്ചുകൊണ്ടിരിക്കുകയല്ലേ? ആ വ്യക്തിയോട് സ്വതന്ത്രമായി മനസ്സ് തുറന്ന് ഇടപെടുവാൻ നിനക്കെപ്പോഴും കഴിയുന്നില്ലല്ലോ. എന്താണ് കാരണം? നീ ക്ഷമിച്ചിട്ടില്ല. അപ്പോൾ കർത്താവിൽ നിന്ന് ക്ഷമ കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ക്ഷമിക്കണം എന്ന് നമ്മളോട് കർത്താവ് പറയുകയാണ്. എൻ്റെ തെറ്റുകളെ ഓർത്ത് ഞാൻ കണ്ണുനീരൊഴുക്കിയാലും, എൻ്റെ തെറ്റുകളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിച്ചാലും അത് മാത്രം പോരാ, നല്ല കാര്യം. പക്ഷേ ഞാൻ മറ്റുള്ളവരോട് ക്ഷമിക്കണം. മൂന്നാമത്, യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യം, എന്തുകൊണ്ട് ഞാൻ ക്ഷമിക്കണം? ഒന്ന്, ഇത് കൽപ്പനയാണ്. 2, ദൈവത്തിന്റെ ക്ഷമ കിട്ടുന്നതിന് വേണ്ടിയാണ്. മൂന്നാമതായിട്ട്, എൻ്റെ വഴിപാട് സ്വീകാര്യമായി തീരണമെന്നുണ്ടെങ്കിൽ ഞാൻ സഹോദരനോട് ക്ഷമിക്കണം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ അത് തന്നെയാണ് യേശുക്രിസ്തു പറയുന്നത്. നീ യാഗമർപ്പിക്കാൻ വരുമ്പോൾ, ആ യാഗമർപ്പിക്കുക എന്ന് പറയുന്നത് ഇന്ന് നമ്മളെ സംബന്ധിച്ച് നമ്മൾ യാഗമർപ്പിക്കുന്നില്ല. അത് പക്ഷേ നമ്മൾ കുർബാനയ്ക്ക് കടന്നു വരുമ്പോൾ, പള്ളിയിൽ ആരാധനയ്ക്ക് വരുമ്പോൾ, കൂട്ടായ്മയ്ക്ക് വേണ്ടി കടന്നു വരുമ്പോൾ, ആ ഓരോ സന്ദർഭങ്ങളെക്കുറിച്ചും കൂടിയാണ് യേശു പറയുന്നത്. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നീ വലിയ വിശുദ്ധനായിട്ട് ദൈവത്തെ ആരാധിച്ച് സംതൃപ്തി അടയാൻ വേണ്ടി വരുമ്പോൾ നിന്റെ മനസ്സിൽ ഏതെങ്കിലും സഹോദരനോട് ഒരു വിരോധം നിനക്കുണ്ടെങ്കിൽ പിന്നെ നീ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുകയില്ല. നിന്റെ ആ യാഗം അവിടെ അവസാനിപ്പിച്ചിട്ട് നീ പോയി അവനോട് നിരപ്പാകണം. നിരപ്പായിട്ട് വേണം വന്ന് പ്രാർത്ഥിക്കാൻ. നിരപ്പാകാത്ത ഹൃദയത്തിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല എന്ന് അവിടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വഴിപാട്, നമ്മുടെ സ്തോത്രയാഗങ്ങൾ, നമ്മുടെ ആരാധന ദൈവത്തിന് സ്വീകാര്യം ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം, കയ്പ് വെച്ചുകൊണ്ട് ആരാധിക്കാൻ പോകരുത് എന്നർത്ഥം. നാലാമതായിട്ട്, സൗഖ്യത്തിന് വേണ്ടിയാണ് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത്. ക്ഷമിക്കാത്തതാണ് രോഗത്തിന്റെ കാരണം എന്ന് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നു. അനേകം ആളുകൾ ഇന്ന് രോഗികളായിട്ട് മാറുന്നതിന്റെ കാരണം അവരുടെ ഉള്ളിൽ അനേകം ആളുകളോട് കയ്പാണ്. സ്വന്തം മാതാപിതാക്കളോട്, സ്വന്തം സഹോദരങ്ങളോട്, സഭയിലുള്ളവരോട്, ഇടവകയിലുള്ളവരോട്, തങ്ങൾ പങ്കെടുക്കുന്ന കൂട്ടായ്മയിലുള്ളവരോട് അനേകം ആളുകൾക്കും ഹൃദയത്തിൽ കയ്പാണ്. ആ കയ്പ് മാറാത്ത കാരണം അവരുടെ രോഗങ്ങൾ മാറുന്നില്ല. യാക്കോബിന്റെ ലേഖനത്തിൽ വളരെ മനോഹരമായിട്ട് ആ കാര്യം യാക്കോബ് പറയുന്നുണ്ട്. 5-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് യാക്കോബ് എഴുതുന്നത്: നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന്, നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് നിങ്ങൾ ഡോക്ടറെ പോയി കാണണമെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് നിങ്ങൾ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കുകയും. ഇതാണ് രോഗശാന്തിക്കുള്ള ഒരു പ്രതിവിധി യാക്കോബ് പറയുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? നിങ്ങൾ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ
നിങ്ങൾക്ക് രോഗശാന്തി ഉണ്ടാവും. ഞാനൊരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ എൻ്റെ പാപങ്ങൾ ഏറ്റു പറയണം. ആ വ്യക്തിയുടെ പാപങ്ങൾ ഏറ്റു പറയണം. അങ്ങനെ ഏറ്റു പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും രോഗശാന്തി ഉണ്ടാകുമെന്ന് ഈ വാക്കുകളിലൂടെ യാക്കോബ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ എന്തിനാണ് ഞാൻ ക്ഷമിക്കുന്നത്? സൗഖ്യത്തിന് വേണ്ടിയാണ് ഞാൻ ക്ഷമിക്കുന്നത്. എൻ്റെ സൗഖ്യത്തിന് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരുടെ സൗഖ്യത്തിന് വേണ്ടിയും കൂടിയാണ് ഞാൻ ക്ഷമിക്കുന്നത് എന്ന് ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മളോട് പറയുകയാണ്. അഞ്ചാമത്തെ കാര്യം, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാൻ ഞാൻ ക്ഷമിക്കണം. എന്താണ് അങ്ങനെ പറയാൻ കാരണം? വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ വളരെ മനോഹരമായ ഒരു കാര്യം യേശുക്രിസ്തു പറഞ്ഞു. ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിനും ഐകമത്യപ്പെട്ടാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൽ നിന്ന് അവർക്ക് ലഭിക്കും. രണ്ടാളുകൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചാൽ അത് കിട്ടും എന്ന് അവിടെ എഴുതിയിട്ടില്ല. അവിടെ എഴുതിയിരിക്കുന്നതയോ, രണ്ടാളുകൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമ്പോൾ അവർ ഐക്യമത്യപ്പെട്ടാൽ. അങ്ങനെ ഐക്യമത്യപ്പെട്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അവർ യാചിക്കുന്ന എല്ലാ കാര്യങ്ങളും കർത്താവ് ചെയ്തു കൊടുക്കും. ഐക്യമത്യപ്പെടുക എന്നുള്ള അതിൻ്റെ അകത്ത് ഒരു കാര്യം അടങ്ങിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ സഹോദരനോട് കയ്പാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചാലും കർത്താവ് പ്രാർത്ഥന കേൾക്കാൻ പോകുന്നില്ല. കാരണം ഐക്യമത്യപ്പെട്ടിട്ടില്ല, നിരപ്പ് പ്രാപിച്ചിട്ടില്ല. ഇന്ന് അനേകം ആരാധനകളിൽ അനേകം ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പലതും നടക്കുന്നുണ്ട്. പക്ഷേ ഉത്തരങ്ങളൊന്നും ലഭിക്കാതെ പോകുന്നതിന്റെ കാരണം ഇതാണ് എന്നുള്ളത് നമ്മൾ അറിയണം. ഐക്യമത്യപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കണം, നമ്മൾ നിരപ്പാകണം. അങ്ങനെ ഐക്യമത്യപ്പെട്ട് നിരപ്പായതിനു ശേഷം പ്രാർത്ഥിക്കുന്ന ഏത് കാര്യത്തിനും സ്വർഗത്തിലെ ദൈവം മറുപടി നൽകും എന്ന് ഈ വാക്യത്തിലൂടെ യേശുക്രിസ്തു നമ്മളോട് പറയുകയാണ്. ആറാമത്തെ കാര്യം, സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ക്ഷമിക്കണം. പല ദൈവമക്കളും സമാധാനം അനുഭവിക്കുന്നില്ല. നമ്മൾ പറയും രക്ഷിക്കപ്പെട്ടവരാണ്, സ്ഥാനപ്പെട്ടവരാണ്, ആരാധിക്കുന്നവരാണ്, പല കാര്യങ്ങൾ പറയും. പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർ സമാധാനം അനുഭവിക്കുന്നില്ല. കാരണം എന്താ? അവർ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ടായിരിക്കാം, പാഠഭാഗങ്ങൾ വായിക്കുന്നുണ്ടായിരിക്കാം, പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഹൃദയത്തിൽ മറ്റു ആളുകളോട് കയ്പ് നിറഞ്ഞിരിക്കുക, ക്ഷമിക്കാൻ കഴിയുന്നില്ല. ആ ക്ഷമിക്കാത്ത ആളുകൾ അവർ ആരാധിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് ആരാധന ശ്രദ്ധിക്കുവാൻ കഴിയുന്നില്ല. അവരുടെ ജീവിതത്തിൽ സമാധാനം അവർക്ക് ലഭിക്കുന്നില്ല. എല്ലാം ഒരു ചടങ്ങ് പോലെ അവർ ചെയ്യുന്നു. മറ്റുള്ളവർ മുൻപാകെ അവർ പലതും അഭിനയിക്കുന്നു. പക്ഷേ അവർ സമാധാനം അനുഭവിക്കാതെ പോകുന്നു. അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. സമാധാനത്തോടെ ഞാൻ കിടന്നുറങ്ങും എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ടെങ്കിൽ നമ്മളും സമാധാനത്തോടെ കിടന്നുറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം. ഇനി മൂന്നാമത്തെ പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്. എങ്ങനെയാണ് നമ്മൾ ക്ഷമിക്കുന്നത്? മറ്റുള്ളവർ നമ്മളെ ദുഃഖിപ്പിച്ച, വേദനിപ്പിച്ച, മുറിപ്പെടുത്തിയ ചില സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് ക്ഷമിക്കുന്നത്? പ്രായോഗികമായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ കാര്യം, ക്ഷമിക്കുന്നത് എളുപ്പമല്ല. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ സഹായം തേടണം. ക്ഷമിക്കുന്ന എളുപ്പമല്ല നമ്മൾ അറിയണം ആദ്യം. എന്നിട്ട് എല്ലാ കാര്യങ്ങളിലും നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി ദൈവം പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. നമ്മളെ പരിശുദ്ധാത്മാവിനോട് പറയണം, കർത്താവേ, പരിശുദ്ധാത്മാവേ, എനിക്ക് ക്ഷമിക്കണമെന്നുണ്ട്, പക്ഷേ എനിക്ക് കഴിയുന്നില്ല, അതുകൊണ്ട് നീ എന്നെ സഹായിക്കണം. 2, ക്ഷമിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തോട് പറയണം. എന്നിട്ട് നമ്മൾ ഒരു കടലാസിൽ എഴുതി നമ്മുടെ ബൈബിളിൽ വയ്ക്കണം. എന്നിട്ട് കർത്താവേ, ആ വ്യക്തിയോട് ക്ഷമിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. പ്രായോഗികമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ്. നമ്മൾ ക്ഷമിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ പേരെഴുതി നമ്മുടെ ബൈബിളിൽ വയ്ക്കുക. എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. മൂന്നാമത്തേത്, സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പെരുമാറരുത്. പല ആളുകളും നമ്മളോട് പലതും ചെയ്തതിന്റെ പേരിൽ പിന്നീട് നമ്മൾ അവരെ കാണുമ്പോഴൊക്കെ അവരോട് ക്ഷമിച്ചു എന്ന് പറയുമ്പോഴും നമ്മൾ പിന്നീട് അവരോട് പെരുമാറുന്നത് നല്ല രീതിയിലായിരിക്കില്ല. ക്ഷമിക്കുന്നത് ഒരു നിമിഷം കൊണ്ട് ചിലപ്പോൾ നടക്കും. പക്ഷേ അവരുടെ വിശ്വാസം നമ്മൾ ആർജിക്കുന്നത് പതുക്കെ പതുക്കെ ആയിരിക്കും. അവരുടെ വിശ്വാസം ആർജിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അവരോട് പിന്നീട് ഒരിക്കലും അവർ തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ പെരുമാറാൻ പാടില്ല. ഇത് മറ്റുള്ളവർ നമ്മളോട് തെറ്റ് ചെയ്തതിന്റെ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമ്മുടെ പിഴവ് മൂലമാണെങ്കിൽ, നമ്മുടെ കുറ്റം മൂലമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? അതിനെ നമ്മൾ അവഗണിക്കരുത്.
അതിനെ നമ്മൾ നിസ്സാരമാക്കരുത്. നമ്മൾ അവരുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലെങ്കിൽ എന്താണ് കുഴപ്പം? മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവത്തോടുള്ള നമ്മുടെ കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോകും. മനുഷ്യനെ വെറുക്കാൻ തുടങ്ങിയാൽ ദൈവത്തോടും നമ്മൾ വെറുക്കാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്ന്, നിരപ്പിന്റെ ആവശ്യം. അത് നമുക്ക് പരിശുദ്ധാത്മാവോട് പറയണം, എനിക്ക് നിരപ്പിന്റെ ആവശ്യമുണ്ട്, ഞാൻ ചെയ്ത തെറ്റാണ്, അതെന്നോട് ക്ഷമിക്കണം. മറ്റുള്ളവരെ വ്രണപ്പെടുത്തിയത് ദൈവത്തെയാണ് വ്രണപ്പെടുത്തിയതെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ മനസ്സിലാക്കണം. ഞാൻ ദൈവത്തോട് ഈ പാപം എങ്ങനെ ചെയ്യുമെന്ന് ജോസഫ് ചോദിച്ചതുപോലെ ഞാൻ മറ്റൊരാളെ മുറിപ്പെടുത്തുമ്പോൾ ഞാൻ ദൈവത്തിന്റെ ഹൃദയത്തെയാണ് മുറിപ്പെടുത്തിയതെന്ന് ഞാൻ തിരിച്ചറിയണം. മൂന്നാമതായിട്ട്, പ്രശ്നം മൂടി വയ്ക്കുകയോ ഒഴികു പറഞ്ഞ് മാറ്റി വയ്ക്കുകയോ ഒന്നും ചെയ്യരുത്. നാലാമതായിട്ട്, നമ്മുടെ കുറ്റത്തെക്കുറിച്ച് നമ്മൾ മാനസാന്തരപ്പെടണം. നമ്മൾ മനുഷ്യരാണ്, ബലഹീനരാണ്, കുറ്റങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ളവരാണ്. കുറ്റം ചെയ്തു പോയതിനെ കുറിച്ച് നമ്മൾ മാനസാന്തരപ്പെടണം. അഞ്ചാമതായിട്ട്, നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള ഒരു വഴി തിരഞ്ഞെടുക്കാതെ ദൈവത്തിന്റെ വഴി തിരഞ്ഞെടുക്കുക. വചനം എന്താണ് പറയുന്നത്, ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം. ആറാമതായിട്ട്, ദൈവത്തോട് കുറ്റം ഏറ്റുപറഞ്ഞ്, ദൈവത്തോട് മാത്രം പറഞ്ഞാൽ പോരാ, കഴിയുമെങ്കിൽ ആ വ്യക്തിയോടും നമ്മൾ നമ്മുടെ കുറ്റം ഏറ്റുപറയണം. ഒരു പക്ഷേ നമ്മൾ ഒരു കൗൺസിലറുടെ അടുത്ത് പോകുന്നുണ്ടെങ്കിൽ ആ കൗൺസിലറോട് നമ്മൾ ഈ കാര്യം പറയണം. നമുക്ക് ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം ആ കൗൺസിലർ നമുക്ക് നൽകുമ്പോൾ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കണം. എന്നിട്ട് ഇതെല്ലാം നമ്മൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളോട് തന്നെ ക്ഷമിക്കണം. പല ആളുകളും സ്വയം ക്ഷമിക്കുന്നില്ല. പഴയ കാര്യങ്ങളെല്ലാം പിന്നെയും മനസ്സിൽ ക്യാരി ഓവർ ചെയ്ത് നടക്കുന്ന, സമാധാനമില്ലാതെ ജീവിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നാലാമതായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ ചിന്തകൾ അവസാനിപ്പിക്കാം. ക്ഷമിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ക്ഷമിക്കണം. ഉദാഹരണം, സ്തെഫാനോസ് കല്ലേറ് കൊള്ളുമ്പോൾ അവൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ച ഒരൊറ്റ പ്രാർത്ഥന, കർത്താവ് ഇവർക്ക് ഈ പാവം നിർത്തരുതേ. എന്താണ് അതിന് കാരണം? അവൻ അവരോട് ക്ഷമിക്കുകയാണ്. അവരോട് പകയില്ല, വെറുപ്പില്ല, വിദ്വേഷമില്ല. അവിടെ എന്ത് സംഭവിച്ചു? അവൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കുകയാണ്. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ സ്വർഗം തുറക്കും. ഗ്ലാഡിസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, സ്റ്റെയിൻസിന്റെ കാര്യം പറഞ്ഞു. ഒരു സംഭവം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഒരു പള്ളിയിൽ, ആ പള്ളിയിൽ ഉണ്ടായിരുന്ന ഒരാൾ തന്നെ അവിടുത്തെ അച്ഛനെ ആക്രമിച്ചു. ഇടവക്കാർക്കെല്ലാം വലിയ പ്രയാസമായി. അവർ അവനെതിരെ കേസ് കൊടുത്തു. അവന് വന്ന് പറഞ്ഞു, കേസൊന്നും വേണ്ട, കേസ് പിൻവലിക്കണം. അവിടെ ഇടവക്കാർ ഒരു കണ്ടീഷൻ വെച്ചു, കേസ് പിൻവലിക്കാം, നീ ഒരു കാര്യം ചെയ്യണം, അടുത്ത ഞായറാഴ്ച പള്ളിയിൽ വരണം. പള്ളിയിൽ വന്നിട്ട് പള്ളിയിൽ ആരാധന കഴിയുമ്പോൾ എഴുന്നേറ്റ് നിന്ന് സകലരോടും നീ ക്ഷമ ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ കേസ് പിൻവലിക്കാം. നിത്യാഴ്ച പള്ളിയിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തി വന്നു. പള്ളിയിൽ ആരാധന കഴിഞ്ഞു. അച്ഛൻ കടന്നു വന്നു, എന്നിട്ട് വിളിച്ചു പറഞ്ഞു, നമ്മുടെ പ്രിയപ്പെട്ട ഇന്നയാള് പള്ളിയിൽ വന്നിട്ടുണ്ട്, ആള് മുന്നോട്ടൊന്ന് കടന്നു വരണം. അവൻ മുന്നോട്ട് കടന്നു വന്നു. അച്ഛൻ ചെയ്തത് എന്താണെന്നറിയോ? അച്ഛൻ ഒരു ബക്കറ്റിൽ വെള്ളമെടുത്ത് അവനെ അവിടെ ഇരുത്തി അവന്റെ കാല് കഴുകി അവന്റെ പാദങ്ങൾ ചുംബിച്ചിട്ട് ആ മകനോട് പറഞ്ഞു, മോനെ, എനിക്ക് നിന്നോട് യാതൊരു പകയുമില്ല. എന്നിട്ട് അദ്ദേഹം ഇടവകയിലെ ആളുകൾ അമ്പരന്ന് നിൽക്കുകയാണ്. കാരണം അവർ പ്രതീക്ഷിച്ചത് അവൻ വരുമെന്നും എല്ലാവരും മുമ്പിൽ വെച്ച് അവൻ അച്ഛനോട് ചെയ്ത് തെറ്റാണെന്നുള്ളത് പറഞ്ഞ് എല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറയും, പ്രസംഗിക്കും എന്നൊക്കെ വിചാരിച്ചാണ് എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി, അമ്പരന്ന് പോയി. പ്രതീക്ഷിച്ചല്ല നടന്ന്. ഉടനെ അച്ഛൻ ജനങ്ങളോട് പറഞ്ഞു, ഈ മകൻ ഇനി എല്ലാവരുടെയും മുമ്പിൽ നിന്നുകൊണ്ട് ക്ഷമ യാചിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ഞാനത് ആഗ്രഹിക്കുന്നില്ല. ഇത്രയും ചെയ്താൽ പോരെ? മതിയില്ലേ? ഞാൻ ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒന്ന് കൈയടിക്കണമെന്ന്. മുഴുവൻ പേരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ഇതാണ് ക്ഷമ. പ്രായോഗിക ജീവിതത്തിൽ കർത്താവ് കാണിച്ച ക്ഷമ മറ്റുള്ളവരോട് കാണിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് അവസരം തന്ന പ്രിയപ്പെട്ട മത്തായി സാറിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.